അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഒമാനിലുണ്ടായ ഇന്നലെ നടന്ന ദുരന്തം കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇടിമിന്നലേറ്റോ ഒരു കുടുംബം ഫാമിലി മരിച്ചതും അപകടം സംഭവിച്ചതൊക്കെ കേട്ടപ്പോൾ എൻ്റെ പ്രവാസികളായ സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇത് പറയാൻ കാരണം ഞാൻ മസ്കറ്റ് വാദി കബീർ പള്ളിയിൽ 7 വർഷത്തോളം ഖത്തീബായി ജോലി ചെയ്തിരുന്നു. റൂവി വാദി കബീർ പള്ളിയിൽ. ആ ഘട്ടത്തിൽ ആരെങ്കിലും മയ്യത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനൊക്കെ പലവരും എന്നെ വിളിക്കും. അങ്ങനെ ഒരു പാകിസ്ഥാനി ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ ആ മരിച്ച മയ്യത്തിന് ശരീരമൊക്കെ വീണിട്ടിക്കണ്, ശരീരത്തിനൊക്കെ രക്തം വല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ നേതൃത്വം വഹിക്കാൻ വേണ്ടി ഞാൻ സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് മോർച്ചറിയുടെ അടുത്ത് പോയി എല്ലാം ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ ആ മോർച്ചറിയിൽ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ഒറ്റക്ക് അങ്ങനെ നിൽക്കുകയാണ്. ഈ മയ്യത്തുണ്ട് അവിടെ. ആ സമയത്ത് അതിൻ്റെ ഭാര്യ അവിടെ ഉണ്ട്. ആ ഭാര്യ വന്നിട്ട് അതിൻ്റെ കാല് പിടിച്ചിട്ട്, മരിച്ച മയ്യത്തിൻ്റെ കാല് പിടിച്ചിട്ട് ഹിജാബിട്ട പെണ്ണ് ആ സഹോദരി കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഞാൻ അന്ന് ചിന്തിച്ചു, പഠിച്ചോനെ, സീബ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പാസ്പോർട്ടും വിസയുമായി വന്നിറങ്ങുമ്പോൾ എന്തെല്ലാം മനസ്സിലുണ്ട്. ഉത്തരവാദിത്തങ്ങളുടെ ചുമടേറ്റിട്ട് മുതുവടിഞ്ഞിട്ടാണ് ഓരോരുത്തരും ഗൾഫ് നാടുകളിൽ എയർപോർട്ടിലെത്തുന്നത്. മക്കളെ കെട്ടിക്കണം, കുടുംബം പോറ്റണം, വീടുണ്ടാക്കണം, ബാധ്യതകൾ തീർക്കണം, ഉപ്പാനിമ്മാനും നോക്കണം, ഭാര്യനും മക്കളെയും സംരക്ഷിക്കണം. എന്തെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ആ ഇറങ്ങുമ്പോൾ ഇതുപോലെ ദുരന്തങ്ങളിൽപ്പെട്ട്, ആക്സിഡൻറ്റിൽപ്പെട്ട് അല്ലെങ്കിൽ അറ്റാക്കിൽപ്പെട്ട് അബുദാബിയിലൊരു സുഹൃത്ത് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം കെട്ടിവെച്ച് നാട്ടിൽ പോകാൻ റെഡിയാക്കി, ലഗേജുകളൊക്കെ റെഡിയാക്കി വെച്ചവനാണ് നല്ലൊരു ചെറുപ്പക്കാരൻ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടതൊക്കെ കേട്ടപ്പോൾ പടച്ച റബ്ബ് അങ്ങനത്തെ ഒരു ദുരന്തം, ഒരവസ്ഥ നമുക്കാർക്കും തരാതിരിക്കട്ടെ. ലാ യറുദ്ദുൽ ഖലാഉ ഇല്ല ദുആ. ഖലാഉകൾ തട്ടൽ ദുആ കൊണ്ടാണ്. അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല തീരുമാനം അള്ളാഹു ദുആൻ്റെ ബർക്കത്ത് കൊണ്ട് തള്ളിക്കളയട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഞാൻ ആ മോർച്ചറിയിൽ നിൽക്കുമ്പോൾ കേരള, ഇന്ത്യ എന്നൊക്കെ അഡ്രസ്സ് എഴുതിയപ്പോൾ ഞാൻ ഓരോ മോർച്ചറിയുടെ വാതിലിങ്ങനെ വലിച്ചു നോക്കിയപ്പോൾ ഒരുപാട് കടലാസും മയ്യത്തിൻ്റെ മേലിൽ ഒരുപാട് കടലാസുകളും കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ആ മോർച്ചറിയിൽ നിന്നിട്ട്. പടച്ചവനെ, ഇവരൊക്കെ എന്തെല്ലാം പ്രതീക്ഷ വെച്ചിട്ടാണ് നാട്ടിലേക്ക് ഡ്രാഫ്റ്റ് അയക്കേണ്ട സ്ഥാനത്ത് മയ്യത്താണല്ലോ റബ്ബെ നാട്ടിലേക്ക് പോകാൻ റെഡിയാകുന്നത് എന്നോർത്തിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല അഹംഭാവവും കിബിറും കുനുറ്റും വസൂയയും വെറുപ്പും വിട്ടുവീഴ്ചയില്ലായ്മയും പൊരുത്തപ്പെട്ടു കൊടുക്കായ്മയൊക്കെ ആയി അതൊക്കെ നമുക്ക് അപകടം സൃഷ്ടിക്കും. ഒന്നും പറയാൻ പറ്റില്ല. നല്ലോണം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എപ്പോഴാണ് എന്താണ് ആരോഗ്യമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കും, പ്രായമുള്ളവർ മരിക്കുമെന്ന് വിചാരിക്കും. പ്രായമുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ പ്രായമില്ലാത്തവർ മരണപ്പെടുന്ന കാലഘട്ടമാണ്. ഒക്കമ്മിം ഫതയ്യും സി വയുസ്ബീഹു ആമിന ഒക്കത് നുസിജത്ത് അക്ഫാനുഹു വഹുവലായതിരി. ഒരു കവി പറഞ്ഞതാണ്. എത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകളാണ് ജീവിക്കുന്ന. രാവിലെ പോകുന്നു, വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒക്കത് നുസിജത്ത് അക്ഫാനുഹു വഹുവലായതിരി. അവൻ്റെ കഫംപുട അടുത്ത് തുന്നി വെച്ചിട്ട് തുണിക്കടയിലുണ്ടെന്നുള്ള വിവരം അവൻ അറിയുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണത്. ഒക്കമ്മിം ഫതയ്യും സി വയുസ്ബീഹു ആമിന وقد نوسجت أكفانه وهو لا يدري وكم من فتى وكم من صحيح مات من غير علة وكم من سقيم ناش دهرا لا دهري. ആരോഗ്യവാന്മാരായ പല ആളുകളും പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ ആരോഗ്യമില്ലാത്ത ആളുകൾ രോഗിയായിട്ട് മരിക്കാതെ കിടക്കുന്നത് നീ കാണുന്നില്ലേ? എന്തൊരു അർത്ഥവത്തായ ചോദ്യമാണ്, മനസ്സിനെ തറക്കുന്ന ചോദ്യമാണത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രവാസികൾ ഏത് നിലയിലാണോ നാട്ടിൽ നിന്ന് പോയതെങ്കിൽ
വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ അതിനേക്കാൾ സന്തോഷത്തോടെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാൻ, എല്ലാവർക്കും ഉപകാരപ്പെട്ടോളന്നില്ല. എൻ്റെ ചെറിയ പരിധിക്കകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഉപകാരപ്പെടുമെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ആളുകളിലേക്ക് അതെത്തും. അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.